എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട് സ്വാഗതം. എമിറേറ്റ്സ് കമ്പനിയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഇനി കൂടുതൽ പറഞ്ഞു തരേണ്ടതായിട്ടില്ല. നിങ്ങൾക്ക് അറിയുന്നൊരു കമ്പനിയാണ് എമിറേറ്റ്സ്. ദുബായ് ഗവൺമെന്റിന് കീഴിലുള്ള ഒരു കമ്പനിയാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രധാനം. ഈ ഒരു കമ്പനിയിലേക്ക്, എമിറേറ്റ്സ് ഗ്രൂപ്പിലേക്ക്, കാറ്ററിംഗ് മേഖലകളിലേക്ക് നിലവിൽ 10ഓളം പോസ്റ്റുകളിലേക്ക് ജോലി ഒഴിവുകളുണ്ട്. SSLC ഉള്ളവർക്ക് വേക്കൻസി ഉണ്ട്, +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വേക്കൻസി ഉണ്ട്, ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക്, മാസ്റ്റർ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക്, അങ്ങനെ ഓരോ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ചുള്ള വേക്കൻസികൾ നിലവിൽ അവൈലബിൾ ആണ്. 10 പോസ്റ്റുകളിലേക്കായിട്ടാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ കമ്പനി ഡയറക്റ്റ് ആണ് ജോലിക്കാരെ തിരഞ്ഞെടുക്കുന്നത്. അതായത് ഒരു ഏജൻസിയും ഇതിനിടയിലില്ല. ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ്. എമിറേറ്റ്സ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച സാലറി കമ്പനി പ്രൊവൈഡ് ചെയ്യും. അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ആനുവൽ ലീവ്, മെഡിക്കൽ ഇൻഷുറൻസ്, അങ്ങനെ ഒരുപാടധികം ബെനിഫിറ്റുകൾ ഉണ്ടായിരിക്കും. ഡിസ്കൗണ്ട്സും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത്, എങ്ങനെ അപേക്ഷിക്കാം, ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുക, ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക. ശേഷം ഈ ഒരു ജോലിക്കായിട്ട് അപേക്ഷിക്കുക. ഒരു കാര്യം എടുത്തു പറയട്ടെ, 100% ജെന്യുവൻ ആയിട്ടുള്ള വേക്കൻസിയാണ്, 100% ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ്. പത്തോളം പോസ്റ്റുകളിലേക്കാണ് എമിറേറ്റ്സ് ഫ്ലൈറ്റ് കാറ്ററിംഗിലേക്ക് ജോലി ഒഴിവുകൾ വന്നിട്ടുള്ളത്. ഇവിടെ വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി സീനിയർ ഫുഡ് ആൻഡ് ബിവറേജ് മാനേജർ പോസ്റ്റിലേക്കാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഇതാണ്. ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് 8 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, ബാച്ചിലർ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ഈ കമ്പനിയിലേക്ക് വന്നിട്ടുള്ള രണ്ടാമത്തെ വേക്കൻസി HR സ്പെഷ്യലിസ്റ്റ് പോസ്റ്റിലേക്കാണ്. ബാച്ചിലർ ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള, സെയിം ഫീൽഡ് എക്സ്പീരിയൻസ് ഉള്ള, MS ഓഫീസിൽ പരിജ്ഞാനമുള്ള, ക്വാളിഫിക്കേഷനുള്ള യുവാക്കളെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് പരിഗണിക്കുന്നത്. അടുത്ത വേക്കൻസി ഓപ്പറേഷൻ അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്കാണ്. ഇവിടെ നിങ്ങൾക്ക് ഹൈസ്കൂൾ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, MS ഓഫീസ് നോളജ് ഉണ്ടെങ്കിൽ, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്കായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ ഫുഡ് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരിക്കണം. ഇവയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ള യോഗ്യത. നാലാമത്തെ പോസ്റ്റ് വന്നിട്ടുള്ളത് എഞ്ചിനീയറിംഗ് മാനേജർ എന്ന പോസ്റ്റിലേക്കാണ്. മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം. കൂടാതെ മിനിമം 7 വർഷത്തെങ്കിലും സെയിം ഫീൽഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ടീം മെമ്പർ പോസ്റ്റിലേക്കാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് 3 യോഗ്യതയാണ്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈസ്കൂൾ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത് നിങ്ങൾക്ക് ഹോട്ടലിലോ അല്ലെങ്കിൽ കാറ്ററിംഗ് മേഖലകളിലോ നിങ്ങൾക്ക് 1 വർഷത്തെങ്കിലും മിനിമം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉണ്ടായിരിക്കണം. ഈ 3 യോഗ്യതകളാണ് ഈ ഒരു പോസ്റ്റിലേക്കായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഈ കമ്പനിയിലേക്ക് വന്നിട്ടുള്ള 6ാമത്തെ പോസ്റ്റ് വേക്കൻസി വന്നിട്ടുള്ളത് ഹോസ്റ്റസ് എന്ന പോസ്റ്റിലേക്കാണ്. ബാച്ചിലർ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെന്റിലുള്ള, മിനിമം 5 വർഷത്തെ സെയിം ഫീൽഡ് എക്സ്പീരിയൻസ് ഉള്ള, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളുകളെയാണ് ഈ ഹോസ്റ്റസ് എന്ന പോസ്റ്റിലേക്ക് പരിഗണിക്കുന്നത്. അടുത്ത വേക്കൻസി മിക്സോളജിസ്റ്റ് എന്ന പോസ്റ്റിലേക്കാണ്. എന്നാൽ ഇവിടെ യോഗ്യത കാര്യങ്ങൾ, ക്വാളിഫിക്കേഷനോ വിദ്യാഭ്യാസ യോഗ്യത കാര്യങ്ങളോ ഇവിടെ കമ്പനി പറഞ്ഞിട്ടില്ല. ഈ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യണം, വിട്ടുപോരുത്. ഏറ്റവും മികച്ച സാലറി ലഭിക്കുന്ന ഒരു പോസ്റ്റും കൂടെയാണ് ഇത്. അപ്പോൾ ഈ ഒരു അവസരം പാഴാക്കരുത്. ഈ കമ്പനിയിലേക്ക് വന്നിട്ടുള്ള, അതായത് എമിറേറ്റ്സ് ഫ്ലൈറ്റ് കാറ്ററിംഗിലേക്ക് വന്നിട്ടുള്ള 8ാമത്തെ വേക്കൻസി ഏത് പോസ്റ്റിലേക്കാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫുഡ് ആൻഡ് ബിവറേജ് മാനേജർ എന്ന പോസ്റ്റിലേക്കാണ്. ബാച്ചിലർ ഡിഗ്രി ഇൻ ഹോസ്പിറ്റാലിറ്റിയിലുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, മിനിമം ഒരു 7 വർഷത്തെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെയാണ് ഈ ഒരു പോസ്റ്റിലേക്കായിട്ട് പരിഗണിക്കുന്നത്. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. MS ഓഫീസിൽ അഗ്രഗണ്യരായിരിക്കണം. ഇങ്ങനെയുള്ള ആളുകളെയാണ് ഈ ഒരു പോസ്റ്റിലേക്കായിട്ട് പരിഗണിക്കുന്നത്. ദുബായിലേക്ക് എമിറേറ്റ്സ് ഫ്ലൈറ്റ് കാറ്ററിംഗ് സർവീസിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി അസിസ്റ്റന്റ് ഫുഡ് ആൻഡ് ബിവറേജ് മാനേജർ എന്ന പോസ്റ്റിലേക്കാണ്. ബാച്ചിലർ ഡിഗ്രി ഇൻ ഹോസ്പിറ്റാലിറ്റിയിലുള്ള ആളുകളെയാണ്, അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റിലുള്ള ആളുകളെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് പരിഗണിക്കുന്നത്. മിനിമം ഈ ഒരു മേഖലയിൽ 6 വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. ഈ ഒരു കമ്പനിയിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി, അവസാനത്തെ വേക്കൻസി ബാരിസ്റ്റ എന്ന പോസ്റ്റിലേക്കാണ്. 10ാമത്തെ പോസ്റ്റ്. ഇവിടെ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട യോഗ്യത ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ഉണ്ടായിരിക്കണം. കൂടാതെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ഇവിടെ ബാരിസ്റ്റ പോസ്റ്റിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കമ്പനി ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഇനി പറയാനുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ പ്രായപരിധി കാര്യങ്ങൾ കമ്പനി അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രായപരിധി എത്രയാണെങ്കിൽ പോലും ഇതിലേക്കായിട്ട് അപ്ലൈ ചെയ്യണം. കാരണം ഫ്രീ റിക്രൂട്ട്മെന്റിനാണ്, യാതൊരു എക്സ്പെൻസ് ഉണ്ടാവില്ല.
കിട്ടിക്കഴിഞ്ഞാൽ ലെക്കാണ്. കാരണം ദുബായ് ഗവൺമെന്റിന് കീഴിലുള്ള കമ്പനിയാണ്. നല്ലൊരു അവസരമാണ്. നമ്മുടെ ജീവിതം സെറ്റ് ആവാൻ ഇത് മാത്രം മതിയാകും. അതുകൊണ്ട് തന്നെ പ്രായപരിധി കമ്പനി അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രായപരിധി നോക്കാതെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാ വേക്കൻസികളിലേക്കും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എല്ലാ വേക്കൻസികളിലേക്കും അപ്ലൈ ചെയ്യാം. ദുബായ് ഗവൺമെന്റ് ആയതുകൊണ്ട് തന്നെ, അതേപോലെ തന്നെ എമിറേറ്റ്സ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ലിംഗവ്യത്യാസം കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. അടുത്ത കാര്യം പറയാനുള്ളത്, സാലറി കാര്യങ്ങളും ഇവിടെ കമ്പനി അറിയിച്ചിട്ടില്ല. UAE ഗവൺമെന്റിന് കീഴിലുള്ള, ദുബായ് ഗവൺമെന്റിന് കീഴിലുള്ള ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച സാലറി ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുക. അക്കോമഡേഷൻ ഉണ്ടാകും, ഫുഡ് ഉണ്ടാവാൻ സാധ്യത ഇല്ല. അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിവില്ല, അതുകൊണ്ടാണ് പറയാത്തത്. ബാക്കിയുള്ള മെഡിക്കൽ ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ടേഷൻ, ഡിസ്കൗണ്ട്സ്, ആനുവൽ ലീവ് ഉൾപ്പെടെയുള്ള ഒരുപാടധികം ബെനിഫിറ്റുകൾ ദുബായ് ഗവൺമെന്റിന് കീഴിലുള്ള കമ്പനി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഏജന്റ് വഴിയോ അല്ലെങ്കിൽ മാൻ പവർ വഴിയോ ഒന്നുമല്ലല്ലോ, ഡയറക്റ്റ് ഈ കമ്പനിയുടെ സ്റ്റാഫായി മാറില്ല. അപ്പം നിങ്ങൾക്ക് ആ കമ്പനിയുടെ എല്ലാ ബെനിഫിറ്റുകളും ലഭിക്കുന്നതാണ്. ഇനി പറയാനുള്ളത് ഇന്റർവ്യൂ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ കമ്പനി അവരുടെ വെബ്സൈറ്റിലാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ വേക്കൻസികളും അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 100% ജെന്യുവൻ ആയിട്ടുള്ള വേക്കൻസിയാണ്, ഫേക്ക് ആയിട്ടുള്ള വേക്കൻസികളല്ല. ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ് 100%. അപ്പോൾ ഇനി എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് ഞാൻ പറയുകയാണെങ്കിൽ, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ജോലിയോടുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ നിങ്ങൾക്ക് പറ്റുന്ന, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ഏത് പോസ്റ്റാണോ ഉള്ളത് അതിന് മുകളിലായിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനും കാണും. നിങ്ങളുടെ CV-യും കവർ ലെറ്ററും അതേപോലെ തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും അറ്റാച്ച് ചെയ്തിട്ട് ആ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. CV-യിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക, നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ATS ഫ്രണ്ട്ലി CV തന്നെ അപ്ഡേറ്റ് ചെയ്യണം. ബാക്കിയുള്ള CVs അപ്ലോഡ് ചെയ്യരുത്. ATS ഫ്രണ്ട്ലി തന്നെ CV അപ്ലോഡ് ചെയ്യുക. ATS CV-യിൽ നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഇമെയിൽ ID-യും നിങ്ങളുടെ ഏത് രാജ്യത്താണോ നിങ്ങളുള്ളത് ആ രാജ്യത്തിൻ്റെ കോഡ് വെച്ചിട്ടുള്ള ഫോൺ നമ്പറും ഉൾപ്പെടുത്തുക. നിലവിൽ UAE-യിലുള്ള വ്യക്തികളാണെങ്കിൽ, നിലവിൽ ഇന്ത്യയിലുള്ള വ്യക്തികളാണെങ്കിലും, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യാം. 100% ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ്, 100% ജെന്യുവൻ വേക്കൻസിയാണ്. ദുബായ് ഗവൺമെന്റ് കീഴിലുള്ള എമിറേറ്റ്സ് എയർലൈൻസിൽ അല്ലെങ്കിൽ എമിറേറ്റ്സ് ഫ്ലൈറ്റ് കാറ്ററിംഗ് ഗ്രൂപ്പിലാണ് അല്ലെങ്കിൽ കമ്പനിയിലാണ് നിങ്ങൾക്ക് ജോലി നേടാൻ കഴിയുന്നത്. ഈ ഒരു അവസരം പാഴാക്കരുത് യോഗ്യതയുള്ളവർ.